ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മെർച്ചിസ്റ്റൺ എസ്റ്റേറ്റിനെ പറ്റിയിട്ട്. അത് രാത്രി നമ്മളവിടെ സ്റ്റേ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് രാവിലെ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഒരു 6:30 ആണ് കേട്ടോ. ഒരു 6 മണി തൊട്ടേ ഇക്ക എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അവസാനം ഇക്കയുടെ ചീത്ത കേട്ടിട്ടാണ് ഞാൻ രാവിലെ എണീറ്റത്. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ നല്ല കാറ്റും, രാത്രി മുഴുവൻ മഴയായിരുന്നു. നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ അവിടുത്തെ ഇത് കൂടുതലും നമ്മുടെ തേയിലത്തോട്ടങ്ങളാണ്. അതിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് തന്നെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട്. ജാതിക്ക, ഏലം, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കാണാനായിട്ടാണ് രാവിലെ ഇറങ്ങിയത്. അപ്പോൾ എല്ലാം കണ്ടു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതിനൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്വെറ്ററൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്മുടി വ്യൂ ആണിത്. ആ എസ്റ്റേറ്റിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ ആണ് പൊന്മുടിയുടെ മലനിരകൾ. ആക്ച്വലി മഴ പെയ്തത് കൊണ്ട് ചെറിയ നല്ല രീതിയിലുള്ള മഞ്ഞുണ്ട്. ഇതിനകത്തൊരു കുഞ്ഞു സാധനം ഉണ്ടല്ലോ. ടിങ് ടോങ് ടിങ് ടോങ്. ബാക്കിയുള്ള എല്ലാ വീഡിയോസിലും ഞാൻ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു നേച്ചറിൻ്റെ എല്ലാ സൗണ്ട്സും ഇതിൽ വരുന്നുണ്ട്. മെയിൻലി ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കൂടുതലായിട്ട് ഇതിൽ കാണുന്നത്. പിന്നെ ഓരോ പ്രാണികളുടെ സൗണ്ട്, അങ്ങനെ എല്ലാം തന്നെ ഇതിലുണ്ട്. നമ്മൾ രാത്രി സ്റ്റേ ചെയ്തതിന് താഴെ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ആ ബംഗ്ലാവിലേക്ക് നമ്മൾ രാവിലെ കാണാനായിട്ട് വന്നതാണ് ഇത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഫുൾ ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. വർഷങ്ങൾ പഴക്കമുള്ള ടെലിഫോണുണ്ട്. പിന്നെ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ ഇല്ലേ, 1980s ഈ ബിൽഡിങ് 150 വർഷം പഴക്കമുണ്ടെന്നാണ് അവിടെ വർക്ക് ചെയ്തിരുന്ന ചേച്ചിമാരൊക്കെ നമ്മളോട് പറഞ്ഞത്. ഇതാണ് ആ സാധനം. 1980s ഉള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷറാണിത്. പിന്നെ ടെലിഫോണുണ്ട്. അവിടെയുള്ള കൂടുതൽ ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം തന്നെയും അത്രത്തോളം പഴക്കമുള്ളതാണ്. ഇതൊക്കെ കാണുന്നത് ഒരു പുതുമ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. നമ്മൾ ലാസ്റ്റ് സ്റ്റേ ചെയ്തിരുന്നത് ഈ ബിൽഡിങ്ങിലല്ല, അത് ഇതിൻ്റെ മുകളിലാണ്. ഇത് നമ്മൾ ചോദിച്ചെങ്കിൽ നമുക്കിത് കിട്ടിയിട്ടില്ലായിരുന്നു സ്റ്റേ ചെയ്യാൻ. മാത്രമല്ല ഇതിൽ 2 റൂം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് എടുക്കാതിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ട്രാവൽ വ്ളോഗ്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.